ചേച്ചി ചേച്ചിക്ക് എന്ത് ഗിഫ്റ്റാ കിട്ടിയേ? എന്താ എന്നെ കാണിക്കാത്തെ? ടോമി ചേട്ടനല്ലേ തന്നെ? അതോ? അതേ, ഞാൻ എപ്പോൾ ആരും കാണിക്കില്ല കേട്ടോ. അതെന്താ ചേച്ചി? അയ്യോടാ പാവം, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലല്ലേ? അയ്യേ, ചേച്ചി എന്നെ കളിയാക്കൊന്നും വേണ്ട. എനിക്ക് ആരാന്ന് പോലും അറിയില്ല എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട്. അതുകൊണ്ടല്ലേ. എന്നാലും എന്തൊക്കെയായിരുന്നു ഇവിടുന്ന് പോയപ്പോൾ. കുറേ ഗിഫ്റ്റും കൊണ്ടൊക്കെ വരുമെന്ന് പറഞ്ഞില്ലേ പോയെ. എന്നിട്ടിപ്പോൾ എന്തായി? ചേച്ചി നോക്കിക്കോ, എനിക്ക് സാന്റ നല്ലൊരു ഗിഫ്റ്റ് തരും. അപ്പോഴോ? അയ്യോ അയ്യോ, നോക്കിയിരുന്നോ, ഇപ്പം കിട്ടും. മക്കളെ ഒരു ബഹളം. അതോ അമ്മേ, ഇനി ചിലവർക്കൊന്നും ഒരു ഗിഫ്റ്റ് പോലും കിട്ടിയില്ല. എന്തിനാണ് കൊച്ചിനെ കളിയാക്കുന്നേ? അമ്മ, എനിക്ക് നല്ല വിഷമമായി. അറിയില്ല കേട്ടോ, പോട്ടെ. നമുക്ക് ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാം. അച്ഛനോട് പറഞ്ഞിട്ടേ ഡെക്കറേഷൻ സാധനങ്ങളും ക്രിസ്മസ് ട്രീയും ഒക്കെ വാങ്ങിയിട്ട് വരാൻ പറയാട്ടോ. വാ വാ, ഒന്ന് ചായയൊക്കെ കുടിക്ക്. ഇന്നോട്ട് വെക്കേഷൻ തുടങ്ങുമല്ലേ? അതെ അമ്മേ, എന്തൊരു ആശ്വാസമുണ്ട് ഞങ്ങൾക്ക്. കേക്കും വൈനൊക്കെ ഉണ്ടാക്കുമോ? ഒക്കെ ഉണ്ടാക്കി തരാം കേട്ടോ. ചേച്ചി, ആ കാർട്ടൂൺ ഒന്ന് വെച്ചേ, ഞാൻ കാണട്ടെ. കൊച്ചു ടി വി വെക്ക്. നമ്മുടെ വിളിച്ചോ ഈ ഹിന്ദി സീരിയൽ കഴിയാണ്ട് ഒരു വഴിയില്ല. എന്ത് കഷ്ടമായി ചേച്ചി, വെക്കുന്നുണ്ടോ? എന്നോടല്ലേ പറഞ്ഞാ വെക്കത്തില്ലെന്ന്. എനിക്കിത് കണ്ടേ പറ്റൂ. ഹിന്ദി സീരിയൽ കണ്ടിട്ടേ ഞാൻ പോകും. ഞാൻ ചാനൽ മാറ്റും. നിന്റെ കൈ ഞാൻ വിട്ടു. എന്നാ നോക്കട്ടെ, ഞാൻ മാറ്റി. റിമോട്ട് ഇങ്ങതാ. തന്നേ എന്തിനാ? മര്യാദക്ക് തന്നോ പാറോ. ആ എന്റെ മുടി, എന്റെ മുടിന്ന് വീട്. ഒരു വേറെ എടുത്ത് സമാധാനായോ നിനക്ക് ആ റിമോട്ട് പൊട്ടിച്ചപ്പോ? ചേച്ചി ഹിന്ദി സീരിയൽ കണ്ട് എനിക്കൊന്നും കാണണ്ട. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞേ, എന്നെ വഴിക്കാ. ന്യൂസ് ചാനൽ വെച്ചേ, ഇന്നത്തെ ന്യൂസ് ഒക്കെ ഒന്ന് കാണട്ടെ. അതെനിക്ക് അപ്പോഴേ തോന്നി. അവിടെ ഇരുന്നു. ചാച്ചാ, ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി എന്താന്ന് വെച്ച് ചെയ്തോ. അച്ഛനെ ഇത്തിരി നേരം ഇവിടെ ഇരുന്ന് വാർത്തയൊക്കെ കാണട്ടെ കേട്ടോ.